ഉക്രൈനെതിരായിട്ട് റഷ്യയിൽ വിന്യസിച്ച നോർത്ത് കൊറിയൻ സൈനികരിൽ വലിയൊരു വിഭാഗം ഇപ്പോൾ രാജ്യത്തേക്ക് തിരിച്ചെത്തി. അവർക്കെല്ലാം തന്നെ കിം ജോങ് ഉൻ എന്ന് പറയുന്ന നോർത്ത് കൊറിയൻ ഭരണാധികാരി ആദരമർപ്പിച്ചു. ഏതാണ്ട് 15,000-ഓളം സൈനികരാണ് മൊത്തം റഷ്യയിൽ ഉക്രൈനെതിരെ പോരാടാനായിട്ട് പോയത്. ഇതിൽ 600 പേർ കൊല്ലപ്പെട്ടു. ഈ കൊല്ലപ്പെട്ടവരുടെ ഛായാചിത്രങ്ങൾക്ക് മുമ്പിൽ അഭിവാദ്യമൊക്കെ അർപ്പി അല്ലെങ്കിൽ നമസ്കാരം ഒക്കെ ചൊല്ലുന്ന രീതിയിൽ അല്ലെങ്കിൽ ആദരം അർപ്പിക്കുന്ന രീതിയിലുള്ള ചടങ്ങുകളൊക്കെ അവിടെ സംഘടിപ്പിച്ചു. കൂടാതെ ഈ കൊല്ലപ്പെട്ട സൈനികരുടെ മക്കളെയൊക്കെ ചേർത്ത് പിടിച്ച് അവരുടെ ഒപ്പം അവരെ ആശ്വസിപ്പിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നു. ഇനിയും നോർത്ത് കൊറിയ ഒരുപക്ഷെ റഷ്യയിലേക്ക് സൈനികരെ വിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അമേരിക്കയുടെ നിലപാടുകൾ കൊണ്ട് തന്നെ സെലൻസ്കിയുടെ ഉക്രൈൻ റഷ്യക്കെതിരായിട്ട് ഇപ്പോൾ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കുർസ്ക് മേഖലയിൽ ആക്രമണം നടത്തി വീരോചിതമായി തിരിച്ചെത്തിയവരെ രാജ്യത്തിൻ്റെ ഹീറോകൾ എന്നാണ് കിം ജോങ് ഉൻ വിശേഷിപ്പിച്ചത്. മാന്യമായ ത്യാഗത്തിൻ്റെ പോരാട്ടത്തിൻ്റെയൊക്കെ ചരിത്രം, ഈ രാജ്യത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുന്നവരാണ് നിങ്ങളെന്നൊക്കെ ഇവരെക്കുറിച്ച് പറയുന്നുണ്ട്. മാത്രവുമല്ല, ഈ നാറ്റോയുടെ ബോർഡറിൽ US-ൻ്റെ ഒരു ഫാക്ടറിക്കെതിരെ റഷ്യ ആക്രമണം നടത്തിയിരുന്നു. ആ ഫാക്ടറി തകർന്നു. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇവർക്കെതിരെ ആക്രമണം നടത്താൻ, അതായത് റഷ്യക്കെതിരെ ആക്രമണം നടത്താൻ ഒരു മൗനാനുവാദം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് റഷ്യയ്ക്ക് വേണ്ടി നോർത്ത് കൊറിയ വലിയ സന്നാഹങ്ങൾ ഒരുക്കിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വലിയ ആർമി കേന്ദ്രം ചൈനയുടെ അതിർത്തി പ്രദേശത്തായിട്ട് ഈ നോർത്ത് കൊറിയ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. 2000-ൽ ഇതിൻ്റെ പണി തുടങ്ങുകയും 2014-ൽ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്ത സിൻബുങ് ഡോങ് എന്നാണ് ഈ ആർമി കേന്ദ്രത്തിൻ്റെ പേര്. അതായത് നോർത്ത് പ്രോങ്യാൻ പ്രവിശ്യയിലുള്ള ഈ സിൻബുങ് ഡോങ് എന്ന് പറയുന്നത് ചൈനയുടെ അതിർത്തിയിൽ നിന്ന് ഏതാണ്ട് 27 കിലോമീറ്റർ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് അമേരിക്കയിലെ ഏത് നഗരത്തിലേക്കും മിസൈൽ തൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആക്രമണ സജ്ജമായ ഒരു മേഖലയെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇത് ഏതാണ്ട് 22 കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ഒരു വിശാലമായ മേഖലയാണ്. എന്ന് പറഞ്ഞാൽ 5643 ഏക്കർ വരുന്ന ഒരു പ്രദേശം. അമേരിക്കയിലെ ജോൺ എഫ് കെന്നഡി വിമാനത്താവളത്തേക്കാൾ ഇത് വലുതാണെന്ന് പറയാം. അപ്പം US-ഉം സൗത്ത് കൊറിയയും തമ്മിൽ ചില സൈനിക അഭ്യാസ പ്രകടനങ്ങൾ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നടത്തിയിരുന്നു. ഇതാണ് നോർത്ത് കൊറിയയെ വളരെയധികം പ്രകോപിപ്പിച്ചത്. മാത്രമല്ല, കിം ജോങ് ഉന്ന് അന്ന് ചോഹിയാൻ എന്ന് പറയുന്ന നാവിക കപ്പലിൽ നേരിട്ടെത്തുകയും അവിടുത്തെ ആയുധ സംവിധാനങ്ങളൊക്കെ നേരിട്ട് കണ്ട് വിലയിരുത്തുകയും ചെയ്തു. എന്നിട്ട് രാജ്യത്തോട് പറഞ്ഞു, നമ്മുടെ ആണവായുധങ്ങളുടെ സംഭരണം വർദ്ധിപ്പിക്കണമെന്ന് പറയുന്നു. ഇപ്പോൾ ഈ സിൻബുങ് ഡോങ് എന്ന് പറയുന്ന ഈ സൈനിക കേന്ദ്രത്തിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങളടക്കം പുറത്തു വരുന്നു. എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ എടുത്ത് അതിനെക്കുറിച്ച് പഠനം നടത്തുന്ന ഒരു ഏജൻസിയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. അപ്പം ഇത്തരത്തിൽ ഒരു സൈനിക കേന്ദ്രം ചൈനയുടെ അതിർത്തിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വിവരം നോർത്ത് കൊറിയ മറച്ചു വെക്കുകയായിരുന്നു. ഇതിൻ്റെ സംരക്ഷണ ചുമതല എന്ന് പറയുന്നത് കൊറിയൻ പീപ്പിൾസ് ആർമി എന്ന് പറയുന്ന അവിടുത്തെ സൈനിക വിങ്ങിനാണ്. ഏതാണ്ട് 2000-ൽ നിർമ്മാണം ആരംഭിച്ചപ്പോൾ മുതൽ ഇത് KPയുടെ സംരക്ഷണയിലായിരുന്നു. അപ്പം സിൻപോങ് ഡാങ് എന്ന് പറയുന്ന ഇവിടെ ഒരു മിസൈൽ നിർമ്മാണ കേന്ദ്രമെന്നാണ് നേരത്തെ അറിയപ്പെട്ടത്. കാരണം കൊറിയയ്ക്ക് ഏതാണ്ട് 20ഓളം മിസൈൽ നിർമ്മാണ കേന്ദ്രമുണ്ട്. ഇത് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ലായിരുന്നു. കാരണം പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല, ഒന്നാമത്തെ കാര്യം. കൂടാതെ ഒരു ഇടുങ്ങിയ താഴ്വരയിൽ ഇതിൻ്റെ പ്രവേശന കവാടത്തിൽ സസ്യലതാദികൾ വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. മാത്രമല്ല, രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് നോക്കിയാൽ ഇവിടം കണ്ടുപിടിക്കാനും പ്രയാസമുള്ളതാണ്. ഇപ്പോൾ ഈ സിൻബുങ് ഡോങ്ങിൽ ഉള്ളത് 9 ആണവ ബാലിസ്റ്റിക് മിസൈലാണ്. അതായത് ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. അത് ആണവ പോർമുനകൾ വഹിക്കുന്നതാണ്. വേണമെങ്കിൽ അമേരിക്കയിലെ ഏത് പ്രദേശത്തേക്കും ഇവിടെ നിന്ന് ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 2019-ൽ ഈ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആദ്യ ടൈമിൽ വന്നപ്പോൾ ഈ കിം ജോങ് ഉന്നുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതുവരെ അമേരിക്കയും നോർത്ത് കൊറിയയും തമ്മിൽ വലിയ ശത്രുതയൊക്കെ ആയിരുന്നു. അന്ന് ഈ അണുവായുധ നിരായുധീകരണം ഇത് സംബന്ധിച്ചുള്ള ചർച്ച നടത്താനാണ് പോയത്. പക്ഷേ ഇരു രാജ്യങ്ങളും ചർച്ചയൊക്കെ നടത്തി ചർച്ച അലസിപ്പിരിക്കുകയായിരുന്നു. 2003-ലും ഇതുപോലെ തന്നെ ഈ ഒരു ചർച്ച നടത്താനായിട്ട് അമേരിക്ക ക്ഷണിച്ചു. പിന്നീട് നോർത്ത് കൊറിയ അതിൽ നിന്ന് പിൻവാങ്ങി. അതിനുശേഷമാണ് ധാരാളമായിട്ട് ആണവായുധങ്ങൾ അവർ നിർമ്മിച്ചത്.
ഇപ്പം ഏതാണ്ട് 50ഓളം ആണവായുധങ്ങളുണ്ട്. കൂടാതെ 5ഉം 6ഉം ആണവായുധങ്ങൾ ഓരോ വർഷവും ഇവർ നിർമ്മിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതൊരു രഹസ്യ അറയാണ്, ഇരുമ്പ് മറയ്ക്കുള്ളിലാണ് ഈ രാജ്യം നിലനിൽക്കുന്നത്. അതുകൊണ്ട് കിം ജോങ് ഉന്നിൻ്റെ പ്രവർത്തനങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പം അമേരിക്കയ്ക്ക് എക്കാലവും ഭീഷണി സൃഷ്ടിക്കുന്ന രാജ്യമാണ് ഈ നോർത്ത് കൊറിയ എന്ന് പറയുന്നത്. ആ കിം ജോങ് ഉൻ എപ്പോൾ എന്ത് പ്രവർത്തിക്കുന്നു, എങ്ങനെ പെരുമാറുമെന്നുള്ളത് പ്രവചിക്കാൻ പോലും കഴിയില്ല. ഇവിടെ വ്ളാഡിമിർ പുടിന് വേണ്ടിയിട്ട് റഷ്യയിലേക്ക് സൈനിക ഉപകരണങ്ങളൊക്കെ തന്നെ അയച്ചു കൊടുക്കുന്നത് ഈ നോർത്ത് കൊറിയയാണ്. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് 2006 മുതൽ ഓരോ വർഷവും 6ഉം 7ഉം ആണവ പരീക്ഷണങ്ങൾ ഇവർ നടത്തുന്നുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആണവ പരീക്ഷണം നടത്തിയാൽ അതിനെതിരെ വലിയ വിലക്കും ഉപരോധവും ഒക്കെ വരുന്ന ഒരു ലോകക്രമമാണ്. അവിടെയാണ് നോർത്ത് കൊറിയയുടെ ഈ മുന്നേറ്റം. ശരിക്കും പറഞ്ഞാൽ റഷ്യയും നോർത്ത് കൊറിയയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താനായിട്ട് തീരുമാനിച്ചു. അപ്പം ഉക്രൈനെതിരായ യുദ്ധത്തിൽ വീണ്ടും നോർത്ത് കൊറിയ സൈനികരെയൊക്കെ അയക്കാൻ തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹ്വാസോങ് 15 എന്ന് പറയുന്ന ഒരു മിസൈലിന് 13,000 കിലോമീറ്ററാണ് ശേഷി. ഇത്തരം മിസൈലുകളും ഈ സിങ്പുങ് ഡോങ് എന്ന് പറയുന്ന സൈനിക കേന്ദ്രത്തിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവിടെ നിന്ന് റഷ്യയ്ക്ക് വേണ്ടി നോർത്ത് കൊറിയ ഒരു ആക്രമണം നടത്തിയാൽ റഷ്യ ആക്രമണത്തിൽ പങ്കെടുത്തില്ലെന്നുമാകും എല്ലായ്പ്പോഴും അമേരിക്കയ്ക്ക് പേടി സ്വപ്നമായ നോർത്ത് കൊറിയ അവരെ തകർക്കുകയും ചെയ്യും. നമുക്കറിയാം, നോർത്ത് കൊറിയയിൽ നടക്കുന്ന ഒരു സൈനിക വിവരവും പുറത്തറിയില്ല. നേരത്തെ ഒരു വാർഷിപ്പ് അവർ നിർമ്മിച്ചിട്ട് അത് നീറ്റിലേക്ക് ഇറങ്ങുന്ന ചടങ്ങിൽ വെച്ച് ആ കപ്പൽ മറിഞ്ഞു പോയിരുന്നു, അപകടം പറ്റി. പക്ഷേ ഇതിൻ്റെ വിവരം അവർ പുറത്തുവിട്ടില്ല. ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ മറ്റ് ലോക രാജ്യങ്ങളാണ് ഇത് പുറത്തേക്ക് വിട്ടത്. അതിനെക്കുറിച്ച് ഇന്ന് വരെ ഈ കിം ജോങ് ഉൻ വിവരങ്ങളൊന്നും തന്നെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു രാജ്യം അമേരിക്കയ്ക്കെതിരായിട്ട് ചൈനയുടെ അതിർത്തിയിൽ ഒരു സൈനിക കേന്ദ്രം തുറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ട്രംപിനെ വല്ലാതെ അലോസരപ്പെടുത്തും. കാരണം ചൈനയുടെ അതിർത്തിയോട് ചേർന്നുള്ളതായതിനാൽ ഭാവിയിലായാലും അങ്ങോട്ടേക്കൊരു ആക്രമണം നടത്താൻ അമേരിക്കയ്ക്ക് പറ്റില്ല. അങ്ങനെ ആക്രമണം നടത്തിയാൽ ചൈന യുദ്ധരംഗത്തേക്ക് വരും. ഇനി ഏതെങ്കിലും തരത്തിൽ നോർത്ത് കൊറിയ ആക്രമണം നടത്തിയാൽ നോർത്ത് കൊറിയയ്ക്കൊപ്പം ചൈനയും പ്രതിരോധിക്കാനായിട്ട് രംഗത്ത് വരും. അപ്പോൾ സെൻറ്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഈ പഠന വിഭാഗം അല്ലെങ്കിൽ ഈ സംഘടന ഈ കാര്യങ്ങൾ പുറത്തു വിട്ടതോടുകൂടി അമേരിക്ക വല്ലാതെ ഭയപ്പാടിലാണ്. മാത്രമല്ല, ഈ കൊറിയൻ പീപ്പിൾസ് ആർമിയുടെ ആയിരക്കണക്കിന് സൈനികർ ഇപ്പോഴും അവിടെ കാവൽ നിൽക്കുന്നുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പോൾ കിമ്മിൻ്റെ ഈ രഹസ്യ സൈനിക താവളം വലിയ ഭീഷണിയാണ് ട്രംപിന് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഉയർത്തുന്നത്. നിലവിൽ ഇതിനകത്തിരിക്കുന്ന ഈ പറയുന്ന ലോഞ്ചറുകൾ, അതുപോലെ തന്നെ റോക്കറ്റ് പാഡുകൾ, ഇവയെല്ലാം തന്നെ ഒന്ന് യുദ്ധസന്നമാക്കാനായിട്ട് വളരെ പെട്ടെന്ന് പറ്റും. അതായത് ഈ പറയുന്ന ഇടുങ്ങിയ കവാടത്തിൽ നിന്ന് ഇവ പുറത്തേക്ക് കൊണ്ടുവന്ന് മറ്റായുധങ്ങളുമായിട്ട് യോജിപ്പിക്കാൻ അവർക്ക് വളരെ കുറച്ച് സമയം മാത്രമേ മതി എന്നാണ് പറയുന്നത്. എന്തായാലും നോർത്ത് കൊറിയൻ പ്രസിഡൻ്റായ കിം ജോങ് ഉൻ ആ രാജ്യത്തിൻ്റെ 76ാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് പറഞ്ഞത്, നമ്മൾ ആണവായുധ ശേഷി വർദ്ധിപ്പിക്കാൻ പോവുകയാണ്, നമ്മൾക്ക് ചെറിയ ഭീഷണികൾ പല ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു, ഇതിനെ ശക്തമായി നേരിടാൻ പോകുന്നു. അപ്പോൾ അമേരിക്കയും സൗത്ത് കൊറിയയും തമ്മിൽ ഒരു സംയുക്ത സൈനിക അഭ്യാസ പ്രകടനം നടത്തിയതാണ് കിമ്മിനെ വല്ലാതെ പ്രകോപിപ്പിച്ചത്. സാധാരണഗതിയിൽ ഇത്തരം അഭ്യാസ പ്രകടനം നടത്തുന്നു എന്നൊക്കെ അമേരിക്ക പറയുന്നുണ്ടെങ്കിലും കിം അത് വിശ്വസിച്ചിട്ടില്ല. മാത്രമല്ല, തങ്ങളുടെ വ്യോമാതിർത്തിയിലേക്ക് അമേരിക്കയുടെ ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ അഭ്യാസ പ്രകടനം നടത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. എന്തായാലും ഈ ഉക്രൈൻ യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വന്ന ഈ നോർത്ത് കൊറിയൻ സൈനികർക്കൊക്കെ വലിയ മെഡലുകളും ഒക്കെ നൽകി ആദരിക്കുന്നു. അതുപോലെ അവിടുത്തെ മരിച്ചുപോയ സൈനികരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഇനിയും നിങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ അഭിമാനമെന്ന് പറഞ്ഞ് അവരെ വലിയ ഇൻസ്പിറേഷൻ കൊടുക്കുന്നു. ഇതെല്ലാം കൂടി കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ മറ്റൊരു നീക്കത്തിലേക്ക് നോർത്ത് കൊറിയ നടന്നെടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു ഇരുമ്പ് ഉള്ളിൽ ഒരു ഏകാധിപതിയാണ് അവിടെ ഭരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും റഷ്യയ്ക്ക് ഈ ഏകാധിപതിയുടെ സഹായമുണ്ടാകും. മാത്രമല്ല, അമേരിക്ക എന്ന് പറയുന്നത് നോർത്ത് കൊറിയയുടെ പ്രഖ്യാപിത ശത്രു കൂടിയാണ്. അപ്പം റഷ്യയും നോർത്ത് കൊറിയയും തമ്മിൽ ബന്ധം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ആയുധ സൈനിക കരാറുകൾ മെച്ചപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹ്വാസോങ് 15 എന്ന് പറയുന്ന 13,000 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈൽ ഏതാണ്ട് ഇവിടെ സജ്ജമാക്കിയെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കൂടാതെ 6 മുതൽ 9 വരെ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഈ പറയുന്ന സിൻപുങ് ഡോങ് എന്ന് പറയുന്ന സൈനിക താവളം
അമേരിക്കയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്നു. ഏതെങ്കിലും കാരണവശാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് അമേരിക്ക ഇനി ഇന്ധനം പകരാൻ ശ്രമിച്ചാൽ അമേരിക്കയ്ക്കെതിരെ ഈ പറയുന്ന നോർത്ത് കൊറിയയുടെ ഭാഗത്തുനിന്ന് എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം ഉണ്ടായേക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.